എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ബാർ ഉടമകളുമായി സർക്കാർ ഒത്തുതീർപ്പിൽ. കോഴയെക്കുറിച്ച് നേരിട്ട് അറിയില്ലെന്ന് വിജിലൻസിനോട് ബിജു രമേശ്. തെളിവൊന്നും കൈമാറിയില്ല. മാണിക്ക് പണം നൽകിയെന്ന് പറഞ്ഞ ബാർ ഉടമ പിന്മാറി. തെളിവ് എവിടെയെന്ന് ഉമ്മൻചാണ്ടിയും കെ ബാബുവും. 2 സ്റ്റാറിന് താഴെയുള്ള ബാറുകൾ മാത്രമേ നിലവാരമില്ലാത്തവയുടെ ഗണത്തിൽപ്പെടൂ എന്ന് ഹൈക്കോടതി. സുപ്രീം കോടതി വിധിയിൽ ഇക്കാര്യം വ്യക്തം. 10 ബാറുകളുടെ ലൈസൻസ് അപേക്ഷ ഉടൻ പരിഗണിക്കാൻ സർക്കാരിന് നിർദ്ദേശം. സോളാർ കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കും. തട്ടിപ്പിന് സഹായം കിട്ടിയെന്ന ആക്ഷേപം പരിശോധിക്കും. തിരുവഞ്ചൂരിന്റെ പങ്കും അന്വേഷണ പരിധിയിൽ. അബ്ദുൽ നാസർ മദനിയുടെ മാധ്യമങ്ങളിലെ പ്രതികരണം ഇനി വേണ്ടെന്ന് സുപ്രീം കോടതി. ജാമ്യകാലത്തെ പ്രതികരണങ്ങളിൽ കടുത്ത അതൃപ്തി. ജാമ്യം നീട്ടണമെന്ന ഹർജി 14-ന് പരിഗണിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റി സുപ്രീം കോടതിയിൽ. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തെറ്റ്. ഗുരുവായൂർ മാതൃകയിൽ ക്ഷേത്രഭരണം ഏറ്റെടുക്കാമെന്ന് സർക്കാർ. ധനമന്ത്രി കെ എം മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ച ബാർ ഉടമകൾ സർക്കാരുമായി ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു. മന്ത്രിമാരടക്കം മുൻകൈയെടുത്ത് നടത്തിയ അനുനയ നീക്കങ്ങളെ തുടർന്നാണ് ബാർ ഉടമകളുടെ പിന്മാറ്റം. ബിജു രമേശ് ഉന്നയിച്ച കോഴ ആരോപണം ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ അരൂരിലെ ബാർ ഉടമ മനോഹരൻ നിലപാട് തിരുത്തി രംഗത്ത് വന്നത് ഇതിന്റെ സൂചനയാണ്. കെ എം മാണി പണം വാങ്ങിയ കാര്യം തനിക്കറിയില്ലെന്നും ആരോപണം ഉന്നയിക്കുമ്പോൾ താൻ മദ്യലഹരിയിലായിരുന്നുവെന്നുമാണ് മനോഹരന്റെ ഇന്നത്തെ വിശദീകരണം. കെ എം മാണിക്കെതിരായ കോഴ ആരോപണം ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വലിയ നാശനഷ്ടമുണ്ടാക്കാതെ അടങ്ങുകയാണ്. മന്ത്രിമാരും UDF ഘടകകക്ഷി നേതാക്കളും നേരിട്ടിറങ്ങി ബാറുടമകളെ സാന്ത്വനിപ്പിച്ചു. ബാർ ഹോട്ടൽ അസോസിയേഷൻ യോഗം ബിജു രമേശിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അനുനയ നീക്കം ശക്തമായി. മന്ത്രിസഭയിലെ ഒരു മുതിർന്ന അംഗം ബാറുടമകളുമായി സംസാരിച്ചു. ബാർ മുതലാളിമാരുടെ ആശങ്ക ചർച്ച ചെയ്യാൻ സർക്കാരിന് സമയം വേണം. ചില നിർദ്ദേശങ്ങൾ മന്ത്രി മുന്നോട്ട് വെച്ചു. കൂടുതൽ ചർച്ചകൾ നടത്താമെന്ന ഉറപ്പും ലഭിച്ചു. ഇതോടെ ബിജു രമേശും ആരോപണം മയപ്പെടുത്തി. മാണിക്കെതിരെ മൊഴി നൽകി തെളിവ് നൽകാതെ ബിജു രമേശ് മടങ്ങി. തൊട്ടുപിന്നാലെ ബിജു രമേശിന്റെ ആരോപണം ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ അരൂരിലെ ബാർ ഉടമ മനോഹരനും പിന്മാറി. മദ്യലഹരിയിലായിരുന്നു താൻ മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ചത്. മാണിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്ന് മാത്രമല്ല, കെ എം മാണിയെ തനിക്ക് അറിയുക പോലുമില്ല. എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണ്. ഞാൻ വ്യക്തമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഭാഗത്ത് തെളിവുകളൊന്നുമില്ല. അതിനാൽ ആരോപണം എനിക്ക് അടിസ്ഥാനരഹിതമാണ് എന്ന്, എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ എഴുതി ഞാൻ അറിയിച്ചിട്ടുണ്ട്. കോഴയല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് കെ എം മാണിക്ക് കൈമാറിയതെന്ന് മൊഴി നൽകണം എന്നാണ് ബിജു രമേശിന് ലഭിച്ച നിർദ്ദേശം. മറ്റു നേതാക്കൾ പണം വാങ്ങിയ വിവരം തൽക്കാലം ബാറുടമകളുടെ മനസ്സിലിരിക്കും. പകരം ബാറുടമകൾക്ക് എന്ത് ലഭിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ബിജു രമേശ് ഉന്നയിച്ച ആരോപണം പ്രതിപക്ഷം ഏറ്റെടുക്കാതിരുന്നതും അനുനയത്തിന് വിധേയരാകാൻ ബാറുടമകളെ നിർബന്ധിതരാക്കി. എസ് വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ തോമസ് ഉണ്ണിയാടൻ, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ VM രാധാകൃഷ്ണൻ എന്നിവരാണ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ നാടകത്തിനൊടുവിൽ ജനങ്ങൾ വിഡ്ഢിയായിരിക്കുന്നു. അതാണ് സംഭവിച്ചത്. സാധാരണഗതിയിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായി കണ്ടില്ല. വലിയ പ്രക്ഷോഭ സമരങ്ങളൊന്നും യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായില്ല. പ്രതിപക്ഷം എടുത്ത ഈ നിലപാട് കൂടി ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ ബാറുടമകളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് ഈ വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ചത്? ബാറുടമകൾ ഈ ആരോപണങ്ങളൊക്കെ ശരിയല്ലാതെ ഉന്നയിക്കുന്നതാണ്, വെറും ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണ് എന്ന ഒരു ബോധ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നോ? അവരുന്നയിക്കുന്നതിൽ ശരിയില്ലായ്മ ഉണ്ടെന്ന് ഞങ്ങൾ കരുതിയതേയില്ല. പക്ഷേ ഇവർ തമ്മിൽ സന്ധിയാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തുണ്ടെന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൽ പ്രശ്നമാണ്. കോടിക്കണക്കിന് രൂപ നടത്തി വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന വ്യവസായം സ്വിച്ച് ഓഫ് ചെയ്ത പോലെ പൂട്ടാൻ പറഞ്ഞാൽ അതിൻ്റെ കെടുതി ചെറുതല്ല. അതുകൊണ്ട് അവർ ഈ ഭരണകൂടവുമായി സന്ധി ചെയ്യും, ഇവരെ കാല് പിടിക്കും, ഭീഷണിപ്പെടുത്തും, അവരുമായി കോംപ്രമൈസ് ചെയ്യും, ജനങ്ങളെ വിഡ്ഢികളാക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇവരിവിടെ തന്നെ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നലെ ഇവർ നടത്തിയ സന്ധി സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാക്കുകളൊക്കെ യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഇവർ വീണ്ടും പൊട്ടിത്തെറിക്കും. അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇവിടെ എൻ്റെ സ്നേഹിതൻ, എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഉണ്ണിയാടൻ പറയാണ്, ആരോപണങ്ങളൊന്നും ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഉന്നയിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ആരോപണങ്ങൾ ഉന്നയിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, ശരിയായിരിക്കണം. ഇല്ലെങ്കിൽ തെറ്റായ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരായ നിയമപരമായ നടപടി സ്വീകരിക്കണം. കെ എം മാണിയെപ്പോലെ ഒരു പുരുഷായുസ് മുഴുവൻ രാഷ്ട്രീയത്തിൽ നിന്ന ഒരാൾ, ഇതുവരെ കളങ്കിതനല്ലെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ആള്
കളങ്കിതനാണെന്ന് ഒരാൾ പരസ്യമായി വന്ന് ചാനലിന്റെ മുമ്പിൽ പറഞ്ഞാൽ ആ ചാനലിന്റെ മുമ്പിൽ അയാൾ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയുന്നത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാം എന്ന് വെല്ലുവിളിക്കുന്ന ഒരു കാര്യത്തിൽ നിയമപരമായ നടപടി പോലും എടുക്കാൻ ഇവിടെ മടിക്കുകയാണ്. കോഴിക്ക് മുല വരുമെന്ന് പറയുന്നത് പോലെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ പോലും കാലതാമസം വരുന്നതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഉണ്ണിയാടൻ നിങ്ങൾ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സമീപിച്ച മൗനം അല്ലെങ്കിൽ പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ VM രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ രാധാകൃഷ്ണൻ, സർക്കാരുമായി ഒരു ഒത്തുതീർപ്പിൽ ബാർ ഉടമകൾ എത്തിച്ചേർന്നോ? ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്നത്ര സഹായം നൽകാം എന്ന തരത്തിലേക്ക് മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിച്ചിരുന്നോ? എന്താണ് താങ്കൾക്ക് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത്? കേരള ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തമായി പറയാവുന്ന ഒരു കാര്യം, ഞങ്ങള് ആരെങ്കിലും എന്തെങ്കിലും ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾക്ക് സമീപിക്കുകയോ അത്തരത്തിലൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ധാരണകളിൽ ഞങ്ങൾ എത്തുകയോ ഉണ്ടായിട്ടില്ല. അത്തരമൊരു നീക്കങ്ങളും ആരുടെയെങ്കിലും ഭാഗത്ത് ഞങ്ങളോട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അത്തരം നീക്കങ്ങളോട് പ്രതികരിച്ചിട്ടുമില്ല. അല്ല, പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇന്ന് ആയപ്പോഴേക്കും പിന്നോട്ട് പോയത് എന്താണ്? ഇന്നലെ മാണിക്ക് കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല വേറെയും 9 കോടി ഉണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾ പുറകോട്ട് പോയി എന്നുള്ളത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനം അല്ലാതെ എന്താ പറയാ. ഞങ്ങൾ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം കഴിഞ്ഞ ശേഷം പറഞ്ഞത് മുഴുവൻ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കൂ. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമാകും ഞങ്ങൾ എന്താ പറഞ്ഞത്. ഡോക്ടർ ബിജു രമേശ് ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുതകൾ മുഴുവൻ അദ്ദേഹം ഞങ്ങളുടെ യോഗത്തിൽ അവതരിപ്പിച്ചു. ആ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ബിജു രമേശിന് പിന്തുണ കൊടുക്കാനും പൂർണ്ണമായ പിന്തുണ കൊടുക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ശ്രീ VM രാധാകൃഷ്ണൻ. ഇവിടെ പ്രശ്നം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ബാധ്യതയല്ലേ തെളിവ് കൊടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ സംഘടനയ്ക്ക് ആ ബാധ്യതയുണ്ട്. ഒരു നിമിഷം അഭിലാഷ്, അതേ തുടർന്ന് ഞങ്ങൾ എന്താ തീരുമാനിച്ചത്? ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് ഡോക്ടർ ബിജു രമേശ് എന്ന ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ഒറ്റക്കല്ല. ഡോക്ടർ ബിജു രമേശിന് അറിയുന്ന പല കാര്യങ്ങൾക്കും അതിന്റെ വിശദാംശങ്ങൾ നൽകേണ്ടത് ആരാണ്? ഞങ്ങൾ അംഗങ്ങളായ പലരുമാണ്. ഈ അംഗങ്ങളായ ആളുകളോട് 15-ാം തീയതിക്കകം 15/11/2014 അവരുടെ കയ്യിലുള്ളതും അവര് സമാഹരിക്കേണ്ടതും സമ്പാദിക്കേണ്ടതുമായ വിവരങ്ങൾ മുഴുവൻ അവതരിപ്പിച്ച് സംഘടനാ നേതൃത്വത്തിന് എത്തിക്കാനും അതേ തുടർന്ന് അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വിജിലൻസ് മുൻപാകെ അന്വേഷക സംഘം മുൻപാകെ ഡോക്ടർ ബിജു രമേശ് മൊഴി നൽകാനും തെളിവ് നൽകാനുമാണ് തീരുമാനമുണ്ടായത്. നിങ്ങൾ പറയുന്നത് പോലെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചാനലോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത സമയത്തിനകം ഇത് മുഴുവൻ പ്രസന്റ് ചെയ്യണമെന്ന് വാശി പിടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് സാധ്യമല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരവും അവകാശമുണ്ട്. തീർച്ചയായും. പക്ഷേ ശ്രീ VM രാധാകൃഷ്ണൻ, നിങ്ങളുടെ സംഘടനയുടെ ഭാരവാഹിയായ മനോഹരൻ ഈ ആരോപണം ഉയർന്ന ദിവസം തന്നെ അദ്ദേഹം കോഴ സംബന്ധിച്ച ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, കോഴ സംബന്ധിച്ച മുൻപ് നടത്തിയ അതേ സംഭാഷണമല്ല ഇപ്പോൾ ബിജു രമേശ് പറയുന്നത്. ബാറുകൾ തുറക്കാനായി നൽകിയ പണം എന്ന് മുൻപ് ചാനൽ ചർച്ചയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. അത് ബാറുകൾ പൂട്ടുന്നതിന് മുൻപാണല്ലോ പണം കൊടുത്തത്. അങ്ങനെ പണം കൊടുക്കുമ്പോൾ ബാറ് പൂട്ടുമോ എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ലല്ലോ എന്ന ചില സംഭാഷണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബാർ ഉടമകൾ എപ്പോഴും കൊടുക്കാറുള്ളത് പോലെ ഫണ്ട് കൊടുത്തതായി ഈ വിവാദം നിങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നാണ്. എനിക്ക് മറുപടി പറയാൻ അവസരം തരൂ. മിസ്റ്റർ മനോഹരൻ എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളുടെ ഭാരവാഹി ആയതായി എനിക്കറിയില്ല. ഒന്ന്, ശ്രീ മനോഹരൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാരവാഹി ഞങ്ങൾക്കുള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഒന്ന്. രണ്ടാമത്, താങ്കൾ പറഞ്ഞ എന്താ, ഡോക്ടർ ബിജു രമേശ് പറഞ്ഞു പിന്നെ അത് പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സംഭാവനയാണ്, മറ്റു തരത്തിലുള്ളത്. ഡോക്ടർ ബിജു രമേശിന്റെ ആദ്യ പ്രസ്താവനയുടെ ക്ലിപ്പിങ്ങുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കൂ. അദ്ദേഹം പറഞ്ഞത് ഒരു നിശ്ചിത സംഖ്യ കൊടുത്തു എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആരോപണം. ആ ആരോപണത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് മൊഴി കൊടുത്തത് എന്ന് വിജിലൻസ് വകുപ്പ് ഒരു കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. അല്ലല്ല, ബിജു രമേശ് വിജിലൻസിന് മൊഴി കൊടുത്തതിന് ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എന്തെങ്കിലും പ്രസ്താവന വഴി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സംഘടനകൾക്കോ നേട്ടമുണ്ടാക്കാനോ ആർക്കെങ്കിലും ചട്ടുകമായി നിൽക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയേണ്ടത് മുഴുവൻ അന്വേഷക സംഘത്തിന്റെ മുൻപാകെ സമയാസമയങ്ങളിൽ അറിയിച്ചിരിക്കും, പറഞ്ഞിരിക്കും. അതല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നേരിടാൻ സംഘടന ബാധ്യസ്ഥമാണ്. അതേക്കുറിച്ചല്ലാതെ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കണം, പൊതുജന സമക്ഷം അവതരിപ്പിക്കണം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപാകെ ഞങ്ങൾ ഈ തെളിവ്
തെളിവുകൾ അവതരിപ്പിക്കണം. ഇതിനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ശ്രീ വി എം രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ മറ്റ് ചില തെളിവുകൾ കൂടി അല്ലെങ്കിൽ മറ്റ് ചില ആരോപണങ്ങൾ കൂടി യോഗത്തിന് മുന്നിലുണ്ട്. 5 അംഗ സമിതി പരിശോധിച്ചതിന് ശേഷം പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിക്കുമെന്ന് ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള രാജ്കുമാറാണ്. അല്ല, അതാര് പിൻവലിച്ചു മിസ്റ്റർ അഭിലാഷ്? ആ പ്രസ്താവനയിൽ നിന്ന് ആര് പുറകോട്ട് പോയി? ഞങ്ങൾക്ക് ആ രേഖകൾ കിട്ടട്ടെ, ഞങ്ങളെ ജനറൽ ബോഡി യോഗം നടക്കട്ടെ. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് മിനിമം ഗർഭധാരണം കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള അവസരം നിങ്ങൾ തരണം. നിങ്ങൾക്ക് സമയം വേണമെന്നാണ് പറയുന്നത്. ദയവായി തുടരണം. ശ്രീ തോമസ് ഉണ്ണിയാടൻ, ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നാണ് ബാർ ഉടമസ്ഥരുടെ സംഘടന വിശദീകരിക്കുന്നത്. അവർ ഇനിയും തെളിവുകൾ ശേഖരിക്കാനുള്ള സമയം എടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അത് തെളിവായി നൽകും, പിന്നെ പൊതുജന സമൂഹത്തിന് മുന്നിൽ നൽകും. ആ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണോ? അഭിലാഷ്, ബിജു രമേശ് തുടക്കം മുതലേ പറഞ്ഞ കാര്യം കേട്ടപ്പോഴേ ഞങ്ങൾ എല്ലാവരും അന്ന് മുതലേ പറഞ്ഞതല്ലേ, ഇത് വിശ്വസിക്കാൻ കഴിയില്ല, കഴമ്പില്ലാത്തതാണ്, കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും അത് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചും ചില സമ്മർദ്ദങ്ങൾ ചെലുത്തിയും ഭയപ്പെടുത്തിയും ഗവൺമെന്റിനെയും മന്ത്രിമാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കാര്യം നേടാനുള്ള ശ്രമം നടത്താനുള്ള ഒരു ഭാഗമായിരുന്നു. വിജയിച്ചില്ല. കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് ഇവിടെ അറിയിക്കുകയുണ്ടായി. ഗവൺമെന്റ് അദ്ദേഹത്തിൽ ഒരു തരത്തിൽ ഇവർ സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല എന്ന് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. നടക്കാത്ത ഒരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തെളിവ് കൊടുക്കാൻ കഴിയുക? അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ശൈലി അവസാനിപ്പിക്കണം. ഇത് അനാവശ്യമായി പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതിനെതിരെ പൊതുസമൂഹം ഉണരണം. ഇവിടെ ഗവൺമെന്റിനോ കെ എം മാണി സാറിനോ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ കുറവോ സമൂഹത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഒരു അഴിമതിയുടെ ഒരു തുള്ളി പോലും, ഒരു പോറൽ പോലും ഏൽക്കാത്ത രാഷ്ട്രീയ നേതാവാണ് കെ എം മാണി സാർ. 1/2 നൂറ്റാണ്ട് ഇത്രമാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോയിട്ടുള്ള ഒരു നേതാവ് ലോക ചരിത്രത്തിലുണ്ടോ എന്ന് പോലും സംശയമാണ്. താങ്കൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ തോമസ് ശ്രീ വി എം രാധാകൃഷ്ണൻ, ഇന്നലെ നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് നിങ്ങളുടെ നിർവാഹക സമിതിയിൽ പറഞ്ഞത് എന്താണ്? നമ്മൾ വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കാൻ പാടില്ല. നമ്മുടെ ദുരവസ്ഥയിൽ നിന്ന് കരകയറണം. ഇപ്പോൾ ഒരാളെ വളച്ചിട്ടുണ്ട്, നമ്മുടെ ദുരവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള ഒരു സാധ്യത തെളിയുകയാണ് എന്നാണ്. അതായത് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. മിസ്റ്റർ അഭിലാഷ്, തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങളത് പറയരുത്. ഞങ്ങളുടെ മീറ്റിംഗിനിടയിൽ പല വികാരങ്ങളും പല അംഗങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ശക്തമായ വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, തീവ്രമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റി എടുത്ത തീരുമാനം ഞങ്ങളുടെ പ്രസിഡന്റ് നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, ഇത് വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നതിന്റെ ശബ്ദരേഖ നാട്ടുകാർ കേട്ടതല്ലേ? അതെ, പ്രസംഗത്തിന്റെ ശബ്ദരേഖയാണ് നിങ്ങൾ കേൾപ്പിച്ചത്. കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ രൂപരേഖയല്ല നിങ്ങൾ കേൾപ്പിച്ചത്. നിങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നത്, ചാനലുകൾ കേൾപ്പിച്ചിരിക്കുന്നത് അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ്, അടർത്തിയെടുത്ത ഭാഗങ്ങൾ. അതല്ല വേണ്ടത്. ഞങ്ങളുടെ ഫൈനൽ തീരുമാനം, ആ കമ്മിറ്റി എന്ത് തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണ് താങ്കൾ പറയുന്നത്. ദയവായി തുടരണം ശ്രീ രാധാകൃഷ്ണൻ, ദയവായി തുടരണം. ശ്രീ സണ്ണി ജോസഫ്, ബാർ ഉടമകളുടെ യോഗത്തിൽ നടന്നത് എന്താണ്, അവരെന്താണ് ചർച്ച ചെയ്തത് എന്നുള്ള കാര്യം താങ്കൾക്കും ബോധ്യമായിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. ആ ശബ്ദരേഖ താങ്കളും കേട്ടിരിക്കും. സർക്കാരിനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, ഒരാളെ വളച്ചു വെച്ചിരിക്കുകയാണ്, ഇതുവഴി ദുരവസ്ഥയിൽ നിന്ന് കരകയറാം എന്നവർ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങിന് നിന്ന് കൊടുക്കേണ്ടുന്ന ഗതികേടിലാണോ ഈ സർക്കാർ? ഒരിക്കലുമല്ല. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? രാധാകൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നു, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. നേരത്തെ സുനിൽകുമാറും പറഞ്ഞു, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ആനത്തലവട്ടം അതൊരു പക്ഷേ അംഗീകരിച്ചെന്ന് വരും. ഇവര് ചർച്ച ചെയ്തു എന്ന കാര്യം ബാറുകാർ സമ്മതിക്കുന്നില്ല. ആര് ചർച്ച ചെയ്തു എന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയയുമില്ല. ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. ബിജു രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് എവിഡൻസ് ഇല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം തന്നെ അതിൽ വെള്ളം ചേർക്കുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ശ്രീ സണ്ണി ജോസഫ് കാതലായ പ്രശ്നം. ഞാൻ ഇന്നലെ അവരുടെ യോഗത്തിൽ നടന്ന ചർച്ച പറഞ്ഞല്ലോ, ഈ സർക്കാരിനെ പരമാവധി ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക, എന്നിട്ട് കാര്യം സാധിക്കുക എന്നുള്ളതാണ് അവരുടെ ലൈൻ. അല്ലാതെ അവർക്ക് ഈ സർക്കാരിനെ മറിച്ചിടണമെന്നോ ആരെങ്കിലും ദ്രോഹിക്കണമെന്നോ ആഗ്രഹമില്ല. അവർക്ക് അവരുടെ കാര്യം നടക്കണം. അങ്ങനെ അവർക്ക് അവരുടെ കാര്യം നടക്കാനായി ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഈ സർക്കാർ എങ്ങനെ എത്തി എന്നുള്ളതാണ് പ്രശ്നം. ഒരിക്കലും ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരാകുന്ന പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ചില്ല.
യാതൊരു ആനുകൂല്യങ്ങളും നൽകുന്ന കാര്യത്തിൽ യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. ബാർ അസോസിയേഷന്റെ ഭാരവാഹികളും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നിങ്ങൾക്കും എന്തെങ്കിലും തെളിവ് സഹിതം നിങ്ങൾ പറയുന്ന വാർത്തയെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഒന്നുമില്ല, വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് തന്നെ തെളിയിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ അതാണ്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് എവിഡൻസ് ഇല്ല, ഹിയർസേ ആണ്. അദ്ദേഹത്തിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. അങ്ങനെ ഒരു കാര്യം ലീഗലായിട്ട് സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. കേരള കോൺഗ്രസ് ലീഗൽ നോട്ടീസ് നൽകും എന്ന് പറയുമ്പോൾ അദ്ദേഹം കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന് ഡിനേ ചെയ്യലല്ലാതെ ഇതിൽ നിന്ന് പിന്നോക്കം പോകലല്ലാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവർ പിന്നോട്ട് പോകുന്നതെന്ന് താങ്കൾ കരുതുന്നു. ദയവായി തുടരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇതിപ്പോൾ ബിജു രമേശ് അല്ലെങ്കിൽ ബാർ ഹോട്ടൽ അസോസിയേഷൻ ഉന്നയിച്ച ആരോപണം ആണ് എന്നിരിക്കലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത് ചർച്ചയായതാണ്. ആ ആരോപണത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ നടത്തിയതുമാണ്. അങ്ങനെ അതൊരു പൊതുപ്രശ്നമാണ്. ആ പൊതുപ്രശ്നം പ്രതിപക്ഷത്തിന് ഏറ്റെടുത്ത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കാമായിരുന്നു. അതേത് നിലയിലെത്തി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തെളിവില്ലാത്തത് കൊണ്ടാണ് ബിജു രമേശ് പിന്മാറുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നു, കേരള കോൺഗ്രസ് പറയുന്നു. അതവർക്ക് സമർത്ഥിച്ച് നിൽക്കാനുമാകും. ആദ്യത്തെ ദിവസം മുതൽ എവിടെ തെളിവ് എന്ന വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഉന്നയിച്ചത്. അതുകൊണ്ട് വളരെ അനായാസം തെളിവില്ലാത്തത് കൊണ്ട് തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ച ആൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ സാധിക്കില്ലേ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കലാണത്. ഇവിടെ ഈ ബാറിൻ്റെ ഉടമകളെല്ലാം അവരുടെ താല്പര്യത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തിയോ കാല് നീക്കിയോ സ്വാധീനിച്ചോ അവർക്കവിടെ ബിസിനസ് നടത്തണം. അതിനവർ പണം കൊടുക്കേണ്ടത് പണം കൊടുക്കും. പണം കൊടുത്തവിടെയൊക്കെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബാർ അസോസിയേഷൻ മീറ്റിങ്ങിൽ അവർ പരസ്യമായി പറഞ്ഞത് ചാനലുകളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ നല്ല ഗൗരവമായ കൂടിയാലോചന നടത്തി നല്ല മധ്യസ്ഥന്മാർ ഈ ബാർ ഉടമകളെ കണ്ടു. ആ ബാർ ഉടമകളെ കണ്ടിത് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. കോംപ്രമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ വക്കീലെടുത്ത നിലപാട്. അതെല്ലാം എൻ്റെ സ്നേഹിതൻ സണ്ണി ജോസഫിനും അറിയാമല്ലോ. വീറോടുകൂടി വാദിച്ച മദ്യനയത്തെ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനെന്ന് AG പോയില്ല. AGയും ഇന്നലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നടന്ന ചർച്ചയുടെ ഫലമല്ലേ. പിന്നെ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നു മാണിയെ ബിഷപ്പ് വരെ ആക്കാൻ പറ്റിയ ആളാണ്, അത്രയും വലിയ പാരമ്പര്യമുള്ള ആളാണെന്ന് പറഞ്ഞ മാണി സാറിനെതിരെ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം പരസ്യമായി പറഞ്ഞാൽ ഇപ്പോഴും പറയാണ് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന്. ഒരു കാൽ ഷീറ്റ് പേപ്പർ എടുത്തൊരു വക്കീൽ നോട്ടീസ് ഇതുവരെ അയക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. എന്താ അത് ചെയ്യാത്തത്? KM മാണി കേരളത്തിന്റെ ധനകാര്യമന്ത്രിയല്ലേ? കേരളത്തിലെ ജനങ്ങളെയൊക്കെ അപമാനിക്കുന്ന ഒരു പരാമർശനം വന്നാൽ, പരസ്യമായി വന്നാൽ അതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കണ്ടേ? അപ്പോൾ ആ നിയമ നടപടികളൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾക്കും ആവില്ല. ഈ പറഞ്ഞ വാക്കുകളെയൊക്കെ സമർത്ഥിക്കുന്ന കാര്യത്തിൽ ബാർ അസോസിയേഷൻകാർ ഇപ്പോൾ ഉറച്ചു നിൽക്കുമെന്ന് അതിന്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാധാകൃഷ്ണൻ പറഞ്ഞത് ശരിയായിരിക്കാം. അവർക്ക് അവിടെ നിൽക്കാതിരിക്കാൻ സാധിക്കില്ല, ഉറച്ചു നിൽക്കാതിരിക്കാൻ ഒക്കില്ല. ഇവർക്ക് ഈ ബാർ കിട്ടുന്നത് വരെ, കിട്ടിയില്ലെങ്കിൽ അവരുടെ നിലവാരം അവർ സൂചിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ രണ്ടാളുകളും നിൽക്കുന്ന ആ ചക്കളത്തി പോരാട്ടത്തിൽ നിങ്ങൾ ഒരേ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. പ്രതിപക്ഷം അതിനകത്ത് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം ഈ ഉണ്ടാക്കിയ ആരോപണമല്ല. പ്രതിപക്ഷം ഇത്തരം ആരോപണം വന്നാൽ ആരോപണത്തിന് ജ്യേഷ്ഠതയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ആവശ്യമായ പ്രക്ഷോഭണം കൂട്ടലല്ലാതെ പ്രതിപക്ഷം മറ്റെന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ്. ആ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ VM രാധാകൃഷ്ണൻ, ഇതിപ്പോൾ ബിജു രമേശ് KM മാണിയെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപം മാത്രമല്ല, ഇന്നലെ നിങ്ങളുടെ യോഗത്തിന് ശേഷം ഈ തീരുമാനങ്ങളൊക്കെ ആയതിനു ശേഷം ബിജു രമേശ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഹഫ്ത പിരിവ് നടക്കുന്നു, 10 കോടി രൂപ പിരിക്കേണ്ടി വന്നു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തേതുപോലെ അല്ല അവസ്ഥ, ഗുണ്ടാ പിരിവ് നടത്തുകയാണ് ഈ സർക്കാർ, ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയാണ്, ആവശ്യപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് പറയുമ്പോൾ അത് സംഘടനയുടെ കൂടി അഭിപ്രായമായി കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെ തെളിയിക്കേണ്ടുന്ന ബാധ്യത ഇനി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ശ്രീ അഭിലാഷ്, ആദ്യം തന്നെ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് ഒരു ചെറിയ തിരിച്ച്. അദ്ദേഹം പറയേണ്ടായി ഇന്നത്തെ ഒരു കോടതി വിധിയെ പരാമർശിക്കേണ്ടായി. മാസങ്ങൾക്ക് മുൻപ് ഫയൽ ചെയ്ത ഒരു പെറ്റീഷനും അതിൽ തീരുമാനമായതിന്റെ വെർഡിക്റ്റ്, അതിന്റെ വിധി മാത്രമാണ് ഇന്ന് പുറത്തു വന്നത്. അതല്ലാതെ ഇന്നലെയോ മിനിഞ്ഞാന്നോ വാദം പൂർത്തിയായ ഒരു കേസോ ഇന്ന് നടന്ന ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു വിധിയോ അല്ല. അതായത്
ഇന്നലെയോ മിനിയാവോ അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ഈ ആക്ഷേപങ്ങളുടെ, പരാതികളുടെ, ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായി കോടതിയിൽ ഗവൺമെന്റോ ഗവൺമെന്റിന്റെ ഭാഗം വാദിക്കുന്ന വക്കീലോ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വിധിയല്ലാതെ, മറിച്ച് മാസങ്ങൾക്ക് മുൻപ് വിചാരണ പൂർത്തിയായ ഒരു കേസിന്റെ വിധിയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വസ്തുതാപരമായ ഒരു പെശകുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, ശ്രീ ഡോക്ടർ ബിജു രമേശ് ഇതിനുശേഷം തുടർന്ന് പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ വിശദീകരിക്കാനും ബോധ്യപ്പെടുത്താനുമുള്ള ചുമതല അദ്ദേഹത്തിനും ഏതറ്റം വരെ ഏതെല്ലാം കാര്യങ്ങൾ സംഘടന അംഗീകരിക്കുന്നു ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്കും ചുമതലയുണ്ട്. ആ ചുമതലയിൽ നിന്ന് സംഘടന ഒളിച്ചോടുമെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങളാകില്ല. മറിച്ച് ഇതിനൊരു കാര്യം, ഞങ്ങൾ ഇത്ര ദിവസം കൊണ്ട്, ഇത്ര മണിക്കൂർ കൊണ്ട് ഇന്നതൊക്കെ ചെയ്യണമെന്നും അങ്ങനെ ഈ ഭരണത്തെ അട്ടിമറിക്കണമെന്നും ഏതെങ്കിലും ഒരു മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് ഇല്ലാതെയാക്കണം, അത്തരം ഒരു കൊട്ടേഷൻ ടീം അല്ല ഞങ്ങള്. അത്തരം തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളെ ചുമതലയല്ല. മന്ത്രിമാർ വരും പോകും, സർക്കാരുകൾ വരും പോകും. KBH എന്ന സംഘടനയ്ക്ക് ഞങ്ങളുടെ വ്യവസായത്തിന്റെ നിലനിൽപ്പിൽ ഒഴികെ മറ്റൊരു കാര്യത്തെ കുറിച്ചുമില്ല. ഞങ്ങളും ഞങ്ങളെപ്പോലത്തെ പീഡിതരായ കച്ചവട സമൂഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകണമെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ജനറൽ ബോഡിയോ തീരുമാനമെടുത്തിട്ടില്ല. ആ തീരുമാനം വരാത്തിടത്തോളം കാലം ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യാഖ്യാനങ്ങൾക്ക് മറുപടി പറയേണ്ട നടക്കുന്ന കാര്യങ്ങൾ, ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും അവരുടെ വെരിഫിക്കേഷൻ നടക്കുകയും ചെയ്യുമ്പോൾ തെളിവ് ഹാജരാക്കേണ്ട ആൾ അത് 3 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കും, അടുത്ത ദിവസങ്ങളിൽ ഹാജരാക്കും എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ സമൺ ചെയ്ത് അദ്ദേഹത്തെ വിളിപ്പിച്ചതിന് ശേഷവും തെളിവ് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. വിജിലൻസ് സംഘത്തിന് അദ്ദേഹം KM മാണിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് നേരിട്ടറിയാമെന്ന മൊഴി നൽകിയിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ആ മൊഴി എടുക്കൽ കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മയം വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ വ്യാഖ്യാന ഭേദങ്ങളല്ല, നിങ്ങൾ മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നോട്ട് പോവുകയാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അന്വേഷിക്കേണ്ട ആ സാഹചര്യം വരികയാണ്. ശ്രീ രാധാകൃഷ്ണൻ, റൈറ്റ്, അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ബാർ ഉടമയായ ദീപു, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ ദീപു, ഈ കോഴ ആരോപണത്തിൽ നിന്ന് താങ്കളുടെ സംഘടന പടിപടിയായി പിന്നോട്ട് പോകുന്നു. മനോഹരൻ, അരൂരിലെ അരൂർ റെസിഡൻസി ബാറിൻ്റെ ഉടമ, ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, മദ്യലഹരിയിൽ ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് പറയുന്നു. അതേസമയം മറ്റ് ചെറുകിട ബാർ ഉടമകൾ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ കയ്യിൽ അവർ പറഞ്ഞ കാര്യങ്ങളുടെ ബൈറ്റുകളും വിഷ്വലുകളുമുണ്ട്. ഞങ്ങൾ പണപ്പിരിവ് വിഹിതം കൊടുത്തിരുന്നു, അത് അസോസിയേഷൻ മന്ത്രിമാർക്ക് നൽകിയിരിക്കാം എന്ന് കരുതുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാർ ഉടമ എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? ശ്രീ ദീപു, ഹലോ, കേൾക്കാമോ? ഹലോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? അല്ല, എന്തുകൊണ്ട് പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. ഹലോ, അതായത് ഈ ആരോപണത്തിൽ നിന്ന് നിങ്ങൾ ബാർ ഉടമകൾ പണം പിരിച്ച് മന്ത്രിമാർക്ക് കൊടുത്തു എന്ന ആരോപണത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്തിരിയുകയാണ്. ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനോഹരനുള്ള വ്യക്തിപരമായിട്ട് പുള്ളി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമുക്കറിയത്തില്ല. ഒരു വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പുള്ളി എന്ത് പറഞ്ഞു നമുക്കറിയത്തില്ല. എന്തായാലും ഈ ആരോപണത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. അസോസിയേഷൻ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ഒരിക്കലും പിന്മാറുന്നില്ല. അല്ല, പണം കൊടുത്ത കാര്യം നിങ്ങൾക്കറിയാമോ? ഇല്ല, അത് അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനകത്ത് ഞങ്ങൾ ഒരിക്കലും പിന്മാറുന്നില്ല. അല്ല, അസോസിയേഷൻ തീരുമാനം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പണം കൊടുത്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? അസോസിയേഷൻ ആണ് തീരുമാനിച്ചേക്കണം. ആ അസോസിയേഷനെ ഒരിക്കലും പിന്മാറുന്ന മനോഹരനുള്ള വ്യക്തി ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യമാണ് നമുക്കറിയത്തില്ല. ഇത് ഒരിക്കലും ഞങ്ങൾ പിന്മാറുന്നില്ല. ഈ എല്ലാ തെളിവുകളും ഞങ്ങളിലുണ്ട്.
എല്ലാ തെളിവും ഞങ്ങളിലുണ്ട്. അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്ന് ഉറച്ചു വെക്കുന്നു, ഈ സമയം വരെ ഉറച്ചു വെക്കുന്നു. KM മാണിക്ക് പണം കൈമാറി എന്നുള്ള കാര്യത്തിൽ പണം കൈമാറി എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായ ഉറപ്പ് താങ്കൾക്ക് അറിയാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ അസോസിയേഷൻ എന്ത് നിലപാടെടുക്കുന്നു എടുക്കാതിരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവ് ഈ പണം കോഴയാണെന്നുള്ളതും അത് കൈമാറി എന്നത് സംബന്ധിച്ചുമുള്ള അറിവുണ്ടോ? ഇല്ല, കൈമാറി എന്നുള്ള അറിവ് അസോസിയേഷൻ തീരുമാനത്തിലാണ്. അത് കൈമാറി എന്നുള്ള അറിവ് അത് വ്യക്തിപരമായിട്ടോ ഇല്ലാണ്ടോ അവിടെ TV-യിലോ ഇല്ലെങ്കിൽ ഏത് ചാനലോ അവർ അറിയിച്ചോളും, അസോസിയേഷൻ അറിയിച്ചോളും. അല്ല, താങ്കൾക്ക് ഇക്കാര്യം അറിയാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടെലിവിഷൻ കണ്ടുള്ള അറിവോ പത്രം വായിച്ചുള്ള അറിവോ അല്ല ചോദിക്കുന്നത്. പണം കൈമാറിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച അറിവ് നിങ്ങൾക്കുണ്ടോ, ബോധ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പണം കൈമാറിയുള്ള എല്ലാ കാര്യങ്ങളും അസോസിയേഷൻ തീരുമാനിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിന് പിന്മാറുന്നില്ല. അസോസിയേഷൻ ഉറച്ചു നിന്നവിടെ നിൽക്കും. അതാണ് താങ്കൾക്ക് പറയാനുള്ളത്. വളരെ നന്ദി സംസാരിച്ചതിന്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇത് സർക്കാരിനേക്കാൾ പ്രതിപക്ഷത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. CPIയെ സംബന്ധിച്ച് മുന്നണി ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. ഞങ്ങൾ സമരത്തിന് പോവുകയാണ്, ഒരു സംഭവം വരുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്ന നില വന്നു. CPIഎമ്മിനെ സംബന്ധിച്ച് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളുണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ ആരോപണം ജെനുവിനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയും അക്കാര്യത്തിൽ മൃദു സമീപനം എടുക്കുകയും ചെയ്യുക എന്നുള്ളതും സംഭവിക്കാവുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യം ഇതിലുണ്ടോ? ഇതിനകത്ത് CPI CPM തർക്കമോ ഞങ്ങളുടെ ഇതിനകത്തുള്ള ആഭ്യന്തര കലഹമോ അതൊക്കെ വേറെ ഒരു ചർച്ചയിൽ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഈ ബാർ വിഷയത്തിൽ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലാണ് ചർച്ചയെങ്കിൽ ഇവിടെ മിസ്റ്റർ രാധാകൃഷ്ണൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വിചാരണ നടത്തിയൊക്കെ വാദം കേട്ട് പൂർത്തിയാക്കി വെച്ചിരുന്നതാണ്, കോടതി വിധി ഇന്നാണ് വന്നത്. അതുകൊണ്ട് ഇന്നലെ ഉണ്ടാക്കിയ കോംപ്രമൈസ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലല്ല ഈ വിധി വന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇന്ന് പക്ഷേ വക്കീല് അഡ്വക്കേറ്റ് ജനറൽ ഈ കേരള ഗവൺമെന്റ് നെഞ്ചത്ത് കടാര കുത്തി ഇറക്കിയാണ്. അവരുടെ ഒരു പരിശുദ്ധമായ മദ്യനയത്തിനെതിരായി കോടതി ഇങ്ങനെ ഒരു വിധി വരുന്ന അവസരത്തിൽ ഗവൺമെന്റിന്റെ വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ ഇന്നൊരു നിലപാട് പറയണ്ടേ? മിണ്ടിയില്ലല്ലോ. പോട്ടെ, ഇന്ന് വാദം പൂർത്തിയാക്കി ഇന്ന് വിധി വന്നു, പറയാനായിട്ട് അവസരം കിട്ടിയില്ല. ഗവൺമെന്റ് അതിന്റെ മേലെ അപ്പീൽ കൊടുക്കണ്ടേ? ഗവൺമെന്റ് ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു വിധിക്കെതിരായി അപ്പീൽ പോകുമോ? നിങ്ങൾക്ക് ഇനി മറ്റുള്ള ബാർ ഉടമകളൊക്കെ തന്നെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ബാറും തുറന്നു കിട്ടാൻ പോകുകയല്ലേ? 418 ബാർ പൂട്ടിയത് അന്യായമാണെന്നാണ് ഈ 10 ബാറുകൾക്ക് അനുമതി കൊടുക്കാൻ ഇന്നത്തെ വിധി ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള വിധി വെളിവാക്കുന്നത്. ആ 418 ബാറും അയോഗ്യരായ ബാറുകളല്ല, 2 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പർപ്പസായി ആ ബാറുകൾ പൂട്ടുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് വിധി. ആ വിധിയിന്മേൽ അവർ ഇന്ന് വരെ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നാളെ മറ്റ് ബാറുടമകളെല്ലാം ആ 418 ബാറിലുള്ള ആൾക്കാർ അപ്പീലുമായി പോകും. അവിടെ ബാറും തുറക്കാൻ എവിടെ മദ്യനയം അതോടുകൂടി കടലാവും. ഈ വാദിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേരള കോൺഗ്രസ് നേതാക്കന്മാർക്കും ഖണ്ഡിതമായി പറയാമോ, ഈ ഒറ്റ ബാറിന് തുറക്കാൻ കേരള ബാർ പൂട്ടുന്ന കോടതിയല്ല, ഹൈക്കോടതിയും സുപ്രീം കോടതിയും അന്വേഷണ കമ്മീഷനും ബാർ പൂട്ടാൻ പറഞ്ഞിട്ടില്ല, ഒരു കമ്മീഷനും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 312 ബാറുകളെ സംബന്ധിച്ച സർക്കാരിന്റെ മദ്യനയം അനുസരിച്ചുള്ള തീരുമാനം നടപ്പായിട്ടില്ല. ഡിവിഷൻ ബെഞ്ച് അക്കാര്യത്തിൽ അന്തിമ വിധി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതേസമയം തന്നെ ഈ 418 ബാറുകളുടെ കാര്യത്തിലായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശം 2 സ്റ്റാറിനും താഴെയുള്ള ബാറുകളുടെ നിലവാര തകർച്ചയും പ്രശ്നങ്ങളും മാത്രമേ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ചുരുക്കത്തിൽ എല്ലാ ബാറുകളും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം സമ്പൂർണ്ണമായി വീഴുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ആനത്തലവട്ടം ആ ശ്രമം തന്നെ ആവർത്തിച്ചു പറയുന്നു. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന രാധാകൃഷ്ണൻ എന്താ പറഞ്ഞത്? ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഒരു ആർഗ്യുമെന്റ് നേരത്തെ നടന്ന കേസിലെ വിധി മാത്രമാണ്. എന്നാൽ ആനത്തലവട്ടം ആവർത്തിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്? ഇന്നാണ് ആർഗ്യുമെന്റ് നടന്നത്. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലിന് ഇന്നെന്തോ കോടതിയിൽ മയപ്പെടുത്തി സംസാരിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിധി ഉണ്ടായത് എന്ന് തെറ്റിദ്ധാരണജനകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. പക്ഷേ സണ്ണി ജോസഫ്, അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അതിന്റെ പ്രശ്നം ഈ 418 ബാറുകളിൽ ബാക്കിയുള്ള കുറേ ബാറുകൾ കൂടി തുറക്കാൻ ഒരുപക്ഷെ സാഹചര്യം ഒരുങ്ങുന്ന തരത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 സ്റ്റാറിന് താഴെയുള്ള ബാറുകൾക്ക് ഈ നിലവാരത്തിന്റെ പ്രശ്നമുള്ളൂ എന്ന് പറയുമ്പോൾ 312 ബാറുകൾ നേരത്തെ തന്നെ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായ സാഹചര്യം. അവിടെ ഒരു കാര്യം ശരിയാണ്, കോടതി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു. സുപ്രീം കോടതി തന്നെ
അന്തിമമായ ഒരു തീർപ്പുണ്ടാകുന്നതിന് പകരം ഹൈക്കോടതി ഇത് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞു. ഹൈക്കോടതി പരിഗണിക്കുന്നവരെയും ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവാദം നൽകി. ഹൈക്കോടതിയാകട്ടെ സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയപ്പോൾ സ്വാഭാവികമായും സ്റ്റേ അനുവദിച്ചു. ഇപ്പൊ ഇൻഡിവിജ്വലായിട്ട് 10 ബാറുകളുടെ പെറ്റീഷൻ വന്നപ്പോൾ ആ പെറ്റീഷൻസ് അതിന്റെ മെറിറ്റിൽ പരിശോധിക്കാൻ അവരുടെ ലൈസൻസിനെ സംബന്ധിച്ചുള്ള അപേക്ഷകൾ പരിശോധിച്ച് ഡിസ്പോസ് ചെയ്യാൻ സർക്കാരിന് കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ നിർദ്ദേശത്തിന്റെ അകത്ത് ചില ഡയറക്ഷൻസും ചില ഫൈൻഡിങ്സും ആ ഫൈൻഡിങ്സ് കൂടി സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ബാധകമാകാം. ഈ വിഷയങ്ങളിലെ ലീഗലായിട്ടുള്ള ബാറ്റിൽ ഇനിയും തുടരും. നയപരമായ ഒരു തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ നിയമപരമായി സാധൂകരിച്ച് അത് ഫൈറ്റ് ചെയ്ത് വിജയിക്കേണ്ടതായിട്ടുണ്ട്. ബാർ ഉടമകൾ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി ഫൈറ്റ് നടത്തുമ്പോൾ ഗവൺമെന്റ് അതിനെതിരെ ഗവൺമെന്റ് എടുത്ത പോളിസി, ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത പോളിസി നിയമകോടതിയിൽ അംഗീകരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമയുദ്ധം നടത്തുകയും ആവശ്യമായി വരുന്ന വർഷം നിയമ ഭേദഗതിക്ക് തന്നെ തയ്യാറാവുകയും. റൈറ്റ്, അങ്ങനെയാണ് താങ്കൾ കരുതുന്നത്. ശ്രീ ആനന്ദലോട്ടം ആനന്ദൻ, ബാർ ഉടമകളെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാനും അത് തെളിയിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ, അത് ആ പ്രക്രിയയിലൂടെ കടന്നു പോകട്ടെ. ഇവിടെ ബാർ കോഴ എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കേരളത്തെ പ്രചണ്ഡമായി പിടിച്ചു കുലുക്കിയ ഈ സംഭവത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൗതുകകരമാണല്ലോ. ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് അതിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് വളരെ വേഗമായ കുറേ കാര്യങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഇത് FIR രജിസ്റ്റർ ചെയ്യേണ്ടാത്ത ഒരു കേസായി മാറുകയും അത് തള്ളപ്പെടുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക. കുറച്ച് സമയം അവർ അതിനുവേണ്ടി ചെലവഴിക്കും എന്ന് മാത്രം. ഈ കൊട്ടിഘോഷിക്കപ്പെട്ട ബാർ കോഴ വിവാദം ഇങ്ങനെ അവസാനിക്കാൻ പോവുകയല്ലേ? അങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. 15 ദിവസത്തിനിടയിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ അതിൻ്റെ മേൽ വേറെ ഹർജികൾ വരും. ആ ഹർജികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ എല്ലാ ബാർ ഉടമകളും അവിടെ അസോസിയേഷനും സമ്മതിച്ചിട്ടുണ്ട്, എല്ലാവരിൽ നിന്നും പൈസ പിരിച്ചിട്ടുണ്ട്. ആ പിരിച്ച പൈസ പല രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും കൊടുത്തു എന്ന് അവരുടെ അസോസിയേഷൻ തന്നെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. കേസിന് ചെലവഴിച്ച കാശടിച്ച് ബാക്കിയുള്ള പൈസയുണ്ട്. അസോസിയേഷൻ ഇവരുടെ അസോസിയേഷൻ അതിന് സമാധാനം പറയണം. ഒന്നുകിൽ ആ പൈസ ബാറുകാർക്ക് തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആ പൈസ ആർക്ക് കൊടുത്തു എന്ന് പറയണം. ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണ്ടി വരും. ആ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഹർജികൾ ഇതിന്റെ പിന്നാലെ വരും. ഇത് ബാറുകാരും സർക്കാരും തമ്മിലുള്ള കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ അഴിമതി മൂടിവെക്കപ്പെടില്ല. അഴിമതി ഉന്നയിച്ചാൽ അത് പൊതുജനങ്ങളുടെ മുമ്പിലായി, പൊതുജനങ്ങളുടെ പ്രശ്നമാണ്. ആ പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടും. ആ ഇടപെടുന്ന കാര്യത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യില്ല. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കില്ല എന്ന പ്രതീക്ഷയാണ് ശ്രീ ആനന്ദലോട്ടം ആനന്ദനോട്. വളരെ നന്ദി അങ്ങ് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ സണ്ണി ജോസഫ്, ശ്രീ VM രാധാകൃഷ്ണൻ, ശ്രീ തോമസ് ഉണ്ണിയാടൻ, ശ്രീ സുനിൽകുമാർ.